അദ്ദേഹത്തിൻ്റെ ഒരു രോമത്തിൽ തൊട്ടാൽ അല്ലെ അദ്ദേഹത്തിൻ്റെ പറമ്പിലേക്ക് ഒരു മെറ്റൽ കഷ്ണമെങ്കിലും വലിച്ചെറിഞ്ഞാൽ പോലീസുകാർ പിന്നെ അടിയോടടിയായിരിക്കും. തിരൂർ താനൂർ പരപ്പനങ്ങാടി വഴി അടിയോടടി എന്ന് പണ്ട് വീക്കാൻ പറഞ്ഞ പോലെ അടിയടി പൂരം പൊടിയരി കഞ്ഞി ചുക്കിട്ട വെള്ളം ഓരൊഴിച്ച കൂട്ടാൻ അതായിരിക്കും പിന്നെ ബാക്കിയുണ്ടാവുക. അതുകൊണ്ട് തൽക്കാലം കുഴൽനാടനെ വിട്ടിട്ട് ഷോൺ ജോർജിനെ പിടിക്കുകയാണ് ചെയ്തത്. ഷോൺ ജോർജ് ഇതിനകത്ത് വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുണ്ടെന്നുള്ളത് ശരിയാണ്. അദ്ദേഹം വെറുതെ ഹൈക്കോടതിയിൽ അറിഞ്ഞു കൊടുക്കുക മാത്രമല്ല, ഇതിൻ്റെ കംപ്ലീറ്റ് ഡോക്യുമെൻറ്റ്സും കേന്ദ്രത്തിൽ കൊണ്ടുപോയി അമിത്ഷാജിയുടെ കയ്യിൽ നേരിട്ട് കൊടുക്കണത്. അമിത്ഷായാണെങ്കിലും തക്കം പറത്തിയിരിക്കുകയാണ്. അപ്പോഴാണ് ഹൈക്കോടതി കൊടുത്ത ഇടക്കാല സ്റ്റേ റദ്ദാക്കിയത്. എൻഫോഴ്സ്മെൻറ്റുകാർക്ക് അന്വേഷണം നടത്തുന്നതിന് യാതൊരു തടസ്സവുമില്ല, എന്ത് നടപടി സ്വീകരിക്കാം എന്ന രീതിയിലൊരു വിധി ഉണ്ടാകുകയും ചെയ്തത്. ആ വിധി വന്ന ഉടനെ എൻഫോഴ്സ്മെൻറ്റുകാർ ചാടി എഴുന്നേറ്റ് അവർ ജാഗരൂകരായിട്ടിരിക്കുന്നു. വിധി ഇന്നലേക്ക് നാളെ വരുമെന്ന് അവർക്കറിയാം. അതുകൊണ്ട് സകല തയ്യാറെടുപ്പുകളും ചെയ്ത് കാത്തിരിക്കുക. മാത്രമല്ല, ഈ വിധി ഉണ്ടായത് ഈ പെരുന്നാളിൻ്റെ അവധിയുടെ തലേ ദിവസമാണ്. അത് ചൊവ്വാഴ്ച രാവിലെ 10:30 മണിക്ക് കോടതി വിധി വരും. ബുധനാഴ്ചയും വ്യാഴാഴ്ചയും ബക്രീദ് പ്രമാണിച്ച് ഹൈക്കോടതിക്ക് ഒഴിവാണ്. പിന്നെ വെള്ളിയാഴ്ചയാണ് ഒരേ ഒരു പ്രവൃത്തി ദിവസം. അപ്പോൾ ഇതിനിടയ്ക്ക് എൻഫോഴ്സ്മെൻറ്റുകാർ ഇങ്ങനെ ചെയ്യും എന്നൊരു പക്ഷേ ജഡ്ജി പോലും പ്രതീക്ഷിച്ചതല്ല.